അസ്സലാമു അലൈക്കും. ഫാർമസിയിലേക്കാണ് ആദ്യം തന്നെ കയറിച്ചെന്നത്. അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനോട് നൂറ എവിടെയെന്ന് അന്വേഷിച്ചെങ്കിലും വന്നിട്ടില്ല എന്ന മറുപടിയാണ് കിട്ടിയത്. അപ്പോഴാണ് സമയം നോക്കുന്നത് തന്നെ. 8 മണി ആയിട്ടില്ല. ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യാനുള്ള സമയം ആവുന്നതേയുള്ളൂ. ആ, സാറിനിപ്പോൾ നൂറയെ കാണാതെ ഇരിക്കാൻ സാധിക്കില്ലെന്ന് തോന്നുന്നു. അടക്കി പിടിച്ച ചിരിയോടെ അവർ പറയുന്നത് തിരിഞ്ഞു നടക്കുമ്പോൾ കേൾക്കാമായിരുന്നു. എന്തോ ഒന്ന് പറയാൻ നാവിൻ തുമ്പിൽ വന്നു നിന്നിട്ടും ഒന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് നടക്കുകയാണ് ചെയ്തത്. ശരിയാണല്ലോ, എനിക്കവളെ ഇപ്പോൾ കാണാതെ ഇരിക്കാൻ സാധിക്കാത്തത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് ഓടിപ്പിടിച്ചു വന്നത്. നടക്കും വഴി ഓർത്തു. എന്തോ തിരക്ക് വന്നു പെട്ടു. അതിനിടയിൽ CCTVയിലൂടെ നൂറ വന്നിരുന്നത് ശ്രദ്ധിച്ചിരുന്നു. ഒന്ന് ഒതുക്കി വെച്ചിട്ട് വേണം പോവാൻ എന്ന് കരുതി മുള്ളിമ്മ നിൽക്കുന്നത് പോലെയാണ് അവിടെ ഇരുന്നത്. പക്ഷേ അതിനിടയിലാണ് നൂറ ഫാർമസിയിൽ നിന്ന് പുറത്തേക്ക് നടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുന്നത്. പിന്നീട് അവളെ കാണുന്നത് സെറീനത്തയുടെ OP റൂമിന് മുന്നിലാണ്. എന്തോ ഒരു കൊള്ളിയാൻ ഇടനെഞ്ചിലൂടെ കടന്നു പോയതുപോലെ. ചെയ്തുകൊണ്ടിരുന്ന ജോലി നിർത്തിവെച്ചിട്ട് ക്യാബിനിൽ നിന്നിറങ്ങിപ്പോകുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു ഭയം നിറഞ്ഞിരുന്നു. ഓടുകയായിരുന്നു. അവിടെയുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് തോന്നിയതും നടന്നുകൊണ്ട് ഓടാൻ തുടങ്ങി. പക്ഷേ സെറീനത്തയുടെ റൂമിന് മുന്നിൽ എത്തിയപ്പോഴാണ് ശരിക്കും കളിയല്ല, ഇത് കാര്യമാണെന്ന് മനസ്സിലായത്. ഉപ്പയുടെ ശബ്ദം. സമ്മതം പോലും ചോദിക്കാതെ റൂമിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ തന്നെ പ്രതീക്ഷിച്ച പോലൊരു ചിരി ഇത്തയുടെ ചുണ്ടിലുണ്ടായിരുന്നു. ഉപ്പ ഗൗരവത്തിൽ തന്നെ. എൻ്റെ നോട്ടം ചെന്ന് പതിച്ചത് മൂലയിൽ ഒതുങ്ങി നിൽക്കുന്ന നൂറയിലാണ്. കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നെ കണ്ടതും അവളുടെ കണ്ണിൽ കണ്ടത് അഗ്നിയാണ്, ദേഷ്യമാണ്. കാര്യമായിട്ട് തന്നെ എന്തോ അവിടെ നടന്നിട്ടുണ്ടെന്ന് സാരം. ആ, നീ കൂടെ വന്ന സ്ഥിതിക്ക് പറഞ്ഞേക്കാം, നൂറയെ ഇവിടെ നിന്ന് പിരിച്ചുവിടുകയാണ്. ഇനി ഇവിടെ ആവശ്യമില്ല. ഉപ്പ ആയിരുന്നാ പറഞ്ഞത്. എന്താ അവളെ ചെയ്ത തെറ്റ്? അതുകൂടി പറയണം. ഞാനാണ് അവളെ ജോലിക്കെടുത്തത്. ഞാൻ കൂടി അറിയട്ടെ അവൾ എന്താ തെറ്റ് ചെയ്തെന്ന്. ഉപ്പാക്ക് മുന്നിൽ തലയുയർത്തി തന്നെ ചോദിച്ചു. നിനക്കറിയില്ലേ എന്താണെന്ന്? കുറച്ച് അവളുടെ ഒരു പ്രേമം, കുറച്ച് കാശുള്ളവരെ മയക്കെടുത്താൽ ജീവിതകാലം മുഴുവനും സുഖമായി ജീവിക്കാലോ എന്ന ചിന്തയുണ്ടാവും അവൾക്ക്. അതൊന്നും ഇവിടെ പറ്റില്ല. അതിനു വേണ്ടി കിടന്നു കൊടുക്കാനും മടിയുണ്ടാവില്ല അവൾക്കൊന്നും. ഒന്ന് നിർത്തുന്നുണ്ടോ? ഒരുപാട് സമയമായി നിങ്ങളെന്നെ കുറ്റപ്പെടുത്തുന്നത്. ജീവിതത്തിലെ ഒരുപാട് പ്രതിസന്ധികൾ ഞാൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും മാനം വിറ്റ് ജീവിക്കാൻ നൂറ പോയിട്ടില്ല. നിങ്ങളെ മകന് എന്നെ ഇഷ്ടമാണെന്ന് ഈ നിമിഷം നിങ്ങളെ വായിൽ നിന്നാണ് ഞാൻ കേൾക്കുന്നത്. ഒരു നല്ല സുഹൃത്തിനെ എന്ന പോലെ മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. അതും ഈ അടുത്തായിട്ട്. അതും എൻ്റെ വിവരങ്ങൾ അന്വേഷിച്ച് അങ്ങനെ ആയതാണ്. അല്ലാതെ ഞാൻ പറഞ്ഞതാണ് എൻ്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട, എന്നെ വെറുതെ വിടാൻ. പക്ഷേ ഒരു സുഹൃത്തിനെന്ന പോലെ പിന്നീട് ഞാൻ സംസാരിച്ചു, കേട്ടിരുന്നു. അതിനപ്പുറം എൻ്റെ സ്ഥാനം എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എനിക്ക് ജോലി വേണ്ട. സ്വന്തം അഭിമാനം പണയം വെച്ച് എവിടെയും കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യമൊന്നും ഇപ്പോൾ എനിക്കില്ല. റോട്ടിൽ പോയി പിച്ചച്ചട്ടി എടുത്തിട്ടായാലും ഞാൻ ജീവിച്ചോളാം. ഇങ്ങനെ ഒരു പെണ്ണിൻ്റെ മാനത്തിനെ ഒരു വിലയില്ലാതെ സംസാരിക്കുന്നതിനും കൂടെ ജോലി ചെയ്യുന്നേക്കാൾ നല്ലതാണ്. നൂറയെക്കുറിച്ചോർത്ത് ആ നിമിഷം അഭിമാനം തോന്നി. കൂടെ എന്നെക്കുറിച്ചോർത്തും. ഇഷ്ടമില്ലാത്തത് കേട്ടാൽ ആർക്കു മുന്നിലായാലും തലയുയർത്തിപ്പിടിച്ച് കാര്യം പറയണമെന്ന് ഒരു 100 തവണ പഠിപ്പിച്ചു കൊടുത്തത് ഞാൻ തന്നെയാണ്. അത് കറക്റ്റ് സ്ഥലത്ത് പ്രയോഗിക്കുകയും ചെയ്തു. അത്രയും തീവ്രമായ സാഹചര്യമായിരുന്നിട്ട് പോലും ചെറിയൊരു ചിരി എൻ്റെ ചുണ്ടിൽ വിരിഞ്ഞിരുന്നു. നൂറ ആരെയും നോക്കാതെ ഇറങ്ങിപ്പോയി. ഉപ്പയെയും സെറീനത്തെയും ഒന്ന് നോക്കിയിട്ട് ഞാനും അവൾക്ക് പിന്നാലെ ചെന്നു. അവൾക്ക് മുന്നിൽ എൻ്റെ ഹൃദയം തുറന്നു വെക്കണമെന്ന് ഉറപ്പിച്ചതാണ്. എനിക്കറിയാം ഒരിക്കൽ പോലും അവളുടെ മനസ്സിൽ അങ്ങനെ ചിന്തയൊന്നും വന്നിട്ടുണ്ടാവില്ലെന്ന്. പക്ഷേ അത്രയും ആത്മാർത്ഥതയാണ് ഞാൻ അവളെ സ്നേഹിക്കുന്നതെന്ന് അറിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അവളെ പൊതിഞ്ഞു പിടിക്കാൻ അവൾ സമ്മതിച്ചാലോ? അതിനേക്കാൾ വലിയ ഭാഗ്യമൊന്നും ഇപ്പോൾ എനിക്കുണ്ടാവില്ല. നൂറ! ധൃതി പിടിച്ച് പുറത്തേക്ക് ഓടുന്നവളെ പിന്നാലെ ചെന്നെത്താൻ നന്നേ പാടുപെട്ടു. അവളെ തടഞ്ഞു നിർത്തിയപ്പോഴേക്കും അണച്ചു പോയിരുന്നു ഞാൻ. എന്നെങ്കിലും എനിക്ക് നിന്നോട് പ്രേമുണ്ടെന്ന് പറഞ്ഞിരുന്നു റാസി? ജീവിതത്തിലെ ഒരിക്കലും ലഭിക്കാത്ത, അല്ലെങ്കിൽ എന്താണെന്ന് പോലും സാധിക്കാത്ത ഒരു സൗഹൃദം നീ എൻ്റെ മുന്നിലേക്ക് വെച്ച് നീട്ടിയപ്പോൾ ഞാൻ അറിയാതെ സ്വീകരിച്ചു പോയി. അത് സൗഹൃദം മാത്രം, നെഞ്ചിലേറ്റിപ്പോയി. അവിടെയും നൂറ തോറ്റുപോയി. അവിടെയും നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു റാസി. അവിവാഹിതകളായ സ്ത്രീകളെ മുതലെടുക്കാൻ എളുപ്പമാണ് റാസി. ജീവിതത്തിലെ വർണ്ണങ്ങളൊന്നും അനുഭവിക്കാൻ ഭാഗ്യമില്ലാത്ത സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ചും. നിന്നെ ഞാൻ ആ കൂട്ടത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഒത്തിരി ആഗ്രഹിച്ച, ഞാൻ കാത്തുവച്ചൊരു സൗഹൃദമാണ്. അവിടെ ഇങ്ങനൊരു ചതി ഞാൻ പ്രതീക്ഷിച്ചില്ല. അവൾ വേദനയോടെ എന്നെ ചിരിച്ചു. എന്നോടിത് വേണ്ടായിരുന്നു റാസി.
വേദനയുണ്ട്. ഇത്രയും കാലം ഞാൻ വേദനിച്ചതിനേക്കാൾ വലിയ വേദന. ഞാൻ അറിയാത്ത തെറ്റുകൾക്ക് പഴികൾ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും അനുഭവിക്കാത്ത വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഞാൻ. ഇവിടെയുള്ളവരുടെ ഇടയിൽ നടക്കുന്ന സംസാരങ്ങൾ പരസ്പരം പറഞ്ഞ് ചിരിച്ചു തള്ളിയപ്പോഴും നിൻ്റെ മനസ്സിലിങ്ങനെ ഒന്ന് വെച്ച് എന്നെ നീ ചതിക്കുകയായിരുന്നില്ലേ? അറിഞ്ഞില്ല ഞാൻ. അല്ലെങ്കിലും ഈ നൂറയെ മുതലെടുക്കാൻ എല്ലാവർക്കും സാധിക്കും. അവൾ എന്തൊക്കെയോ പറഞ്ഞു കൂട്ടിയിരുന്നു അന്നാ ദിവസം. സൗഹൃദം പ്രണയമായി മാറിയതിലുപരി എന്നെ വേദനിച്ചത് ഞാൻ അവളെ മുതലെടുത്തു എന്നതായിരുന്നു. ഹൃദയം മുറിഞ്ഞ് ചോര പൊടിയുന്ന വേദനയായിരുന്നു അപ്പോഴെനിക്ക്. റാസി നൂറയെ സ്നേഹിച്ചത് ഒരിക്കലും മുതലെടുക്കാനായിരുന്നില്ല, ചതിക്കാനായിരുന്നില്ല. പകരം ഒരു കൂട്ടായിരുന്നു വേണ്ടിയിരുന്നത്. പരസ്പരം മനസ്സുകൊണ്ട് സ്നേഹിക്കാൻ പഠിക്കാൻ, വാത്സല്യത്തോടെ കരുതലോടെ ഹൃദയത്തിൽ ചിറകൾ സൃഷ്ടിക്കാൻ, അങ്ങനെ എത്രയോ ആഗ്രഹങ്ങളായിരുന്നു എൻ്റെ ഉള്ളിൽ. പക്ഷേ അന്നാ നിമിഷം ഒരു വാക്ക് പോലും എനിക്ക് പറയാൻ സാധിച്ചില്ല. തൊണ്ടയിടറി, ശബ്ദം മുറിഞ്ഞു പോകുമെന്നും ശ്വാസം നിലച്ചു പോകുമെന്നും തോന്നി. ഇത്രയും വേദനിപ്പിക്കാൻ മാത്രം അവളെ സ്നേഹിക്കുന്നത് തെറ്റാണോ? സ്വന്തം സാക്ഷിയോട് ചോദിച്ചപ്പോഴേക്കും മറുപടി തെറ്റില്ല എന്നായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാൻ. പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ അപമാനിക്കപ്പെടുന്ന സ്ത്രീയുടെ നോവുകൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത് ആവുമല്ലോ. എൻ്റെ മുഖത്തേക്ക് നിസ്സഹായതയായ കലർന്ന ഒരു നോട്ടം നോക്കി അവൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ തുടച്ച് ഇറങ്ങിപ്പോയിരുന്നു. ഉപ്പയോട് വീണ്ടും തർക്കിക്കാൻ നിന്നില്ല. സമയം വൈകുന്നേരമായിരുന്നു. അപ്പോഴേക്കും നൂറയുടെ ഓർമ്മകൾ മാത്രമാണല്ലോ അന്നുണ്ടായിരുന്നത്. വേദനയുടെ ആയം അളക്കാൻ ശ്രമിക്കാതെ ഞാൻ ഫോൺ എടുത്ത് അവളെ വിളിച്ചു. പക്ഷേ റിംഗ് ഉണ്ടെങ്കിലും മറുപടി ഒന്നുമില്ലായിരുന്നു. നേരെ പോയത് ഹോസ്റ്റലിലേക്കായിരുന്നു. ഹോസ്റ്റലിന് മുന്നിൽ എത്തിയപ്പോൾ കണ്ടത് തൻ്റെ സാധനങ്ങൾ കെട്ടിപ്പൊട്ടി ബാഗും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന നൂറയായിരുന്നു. നൂറ, നീ എങ്ങോട്ടാണ് പോകുന്നത്? നിനക്ക് ഈ റാസിയെ വിട്ട് പോവാതിരുന്നൂടെ? ഒരുപാട് ഞാൻ സ്നേഹിച്ചു പോയി. എൻ്റെ ജീവനേക്കാൾ ഏറെ സ്നേഹിച്ചു. ഒന്നിനും ഒരു മരണത്തിന് നിന്നെ വിട്ടുകൊടുക്കാൻ എന്തോ എനിക്ക് സാധിക്കില്ല നൂറ. നിനക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ലേ? എൻ്റെ മിഴികൾ അറിയാതെ ആ നിമിഷം നിറഞ്ഞിരുന്നു. പക്ഷേ നൂറയുടെ മറുപടി എന്നെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ എത്തിച്ചു. എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം റാജി. ബാക്കി അവിടെ ചെന്നിട്ട് എല്ലാവർക്കും കൂടി തട്ടിക്കളിക്കാൻ ഞാനൊരു ചെണ്ടയല്ല, അല്ലെങ്കിൽ അടിമയൊന്നും അല്ല. എനിക്ക് ശബ്ദമുണ്ട്, എനിക്ക് തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കും. ഇങ്ങനെ നിൻ്റെ പ്രണയത്തിലെ ശ്വാസം പൊടി ജീവിക്കാൻ എനിക്കൊന്നും സാധിക്കില്ല. പൈസ ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, അല്പം വിവേകം വേണം. എന്നെ ഒന്ന് വെറുതെ വിടും പ്ലീസ്. ദയവ് ചെയ്ത് എന്നെ ജീവിക്കാൻ അനുവദിക്കൂ. എനിക്ക് വേറൊന്നും പറയാനില്ല. ദേഷ്യമാണോ വാശിയാണോ അതോ സങ്കടമാണോ അവളാ നിമിഷം ഭരിച്ചിരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. നൂറ, ദേഷ്യം കൊണ്ട് പറയുന്നത് എല്ലാം എന്നെ നോവിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒരിക്കലും നിന്നെ അഭിമാനിക്കാനല്ലെങ്കിൽ മുതലെടുക്കാനല്ല നിൻ്റെ അടുത്ത് വന്നതും സ്നേഹിച്ചതും. നീ ഇതുവരെ കണ്ട മനുഷ്യരെ പോലെ അല്ല നൂറ. എത്ര പറഞ്ഞിട്ടും അവൾ കൂട്ടാക്കാതെ ഒരു കാര്യം മാത്രം പറഞ്ഞ് നീങ്ങി. നാം പൂർണ്ണമായും അപമാനിക്കപ്പെട്ടെന്ന് തോന്നി തുടങ്ങിയാൽ അവിടെ നിന്നും എന്നേക്കുമായി ഇറങ്ങിപ്പോരണം. ഒരു തിരിച്ചുപോക്ക് ഒരിക്കലും പാടില്ല. അതിലും ഭേദം മരണമാണ്. എന്നിൽ വീണ്ടും വേദന തളിർത്തു. എങ്കിൽ ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ്സിലേക്ക് കയറുന്ന സമയം എന്നെയൊന്ന് അവൾ നോക്കിയിരുന്നു. അതിൽ എവിടെയോ ഒരു ചെറിയ ഇഷ്ടം ഉണ്ടെന്ന് തോന്നി എനിക്ക്. അന്ന് ബെഡിലേക്ക് തല വെക്കുമ്പോൾ ഉറക്കം വരുന്നില്ലായിരുന്നു. നൂറയുടെ നോവിക്കുന്ന വാക്കുകൾ, അവളുടെ സങ്കടം എല്ലാം എൻ്റെ കൺമുന്നിൽ വന്ന് നിൽക്കുന്ന പോലെ തോന്നി. എങ്ങനെയോ ആ രാത്രി വെളുപ്പിച്ചു. ആ നൂറയുടെ വീട്ടിലേക്ക് ഞാൻ പിറ്റേന്ന് യാത്ര പുറപ്പെട്ടിരുന്നു. എല്ലാത്തിനും ക്ഷമ പറഞ്ഞുകൊണ്ട് എനിക്ക് നൂറയെ വിവാഹം ചെയ്തു തരുമോ എന്ന് അവളുടെ കുടുംബത്തോട് ചോദിക്കാൻ. അവൾ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല, അതുപോലെ മെസ്സേജിന് മറുപടിയുമില്ലാതെ ആയപ്പോഴായിരുന്നു ഇങ്ങനെയൊരു സാഹസം. ചെറിയ ചാറ്റൽ മഴയുടെ ഇടവേളകളിലായിരുന്നു നൂറയുടെ നാട്ടിലേക്കുള്ള എൻ്റെ യാത്ര. അവളുടെ വീട്ടുകാർ സമ്മതിക്കുമോ എന്നതിലുപരി തിരിച്ച് ജോലി മതിയാക്കി അവൾ നാട്ടിലേക്ക് എത്തുമ്പോൾ ആ കുടുംബം വീണ്ടും ഇരുട്ടിൽ തപ്പി നടക്കുന്നത് പോലെ ആവുമെന്ന് ഓർത്തുപോയി. ഞാൻ അവളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ഉമ്മ പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. വണ്ടി കണ്ടതും അവർ അവിടെ തന്നെ നിന്നു. കാറിന് വെളിയിലിറങ്ങി ഞാൻ അവരെ നോക്കിയതും എൻ്റെ അടുത്തേക്കായിരുന്നു വന്നത്. ആരാണെന്ന് മനസ്സിലാവാതെയായിരുന്നു അവർ നോക്കി നിന്നത്. ആരാ മനസ്സിലായില്ല എന്ന് പറയുകയും ചെയ്തു. നൂറയെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞപ്പോൾ അമ്പരപ്പോടെ നോക്കുന്നുണ്ടായിരുന്നു. നൂറ ഇല്ലേ ഇവിടെ? ചോദിച്ചപ്പോഴും ഉമ്മാക്ക് അമ്പരപ്പ് മാറിയിരുന്നില്ല, ഒരു ഭയവും. നൂറ, അവൾ ഇന്നലെ രാത്രി വന്നതാ. കുറച്ച് ദിവസം ലീവാണെന്നാണ് പറഞ്ഞത്. മോനെ എവിടുന്നാ? ആരാ? ജോലി ഉപേക്ഷിച്ച് പോന്നതാണവളെന്ന് വീട്ടിൽ പറഞ്ഞിട്ടില്ലെന്ന് തോന്നി. ഉമ്മ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. വീട്ടിലേക്ക് വന്ന എന്നെ വെളിയിലിരുന്ന് സംസാരിക്കുകയാണോ? ഇത്രയും ദൂരം
വന്നതല്ലേ ഉമ്മ? നൂറ എവിടെയാണ്? ഉമ്മ എങ്ങോട്ടെങ്കിലും പോവാൻ ഇറങ്ങിയതാണോ? ആണെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടിട്ട് പോവാം. ഉമ്മ സംശയത്തോടെ ഒന്ന് നോക്കി. പിന്നെ എന്തോ ഓർത്ത് അകത്തേക്ക് ക്ഷണിച്ചു. നൂറ. അകത്തേക്ക് കയറുന്നതിനോടൊപ്പം ഉമ്മ നൂറയെ വിളിക്കുന്നുണ്ടായിരുന്നു. ഹാളിലേക്ക് കയറുമ്പോൾ എന്നോട് ആദ്യം തന്നെ അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞുവെങ്കിലും റിയാസിക്കയുടെ മുറിയിലേക്കാണ് ആദ്യം പോയത്. ഷംനത്ത ഇക്കാക്ക് ആഹാരം കൊടുക്കുകയായിരുന്നു ആ സമയം. നൂറ പറഞ്ഞതിനേക്കാൾ ദയനീയമാണ് ആ വീട്ടിലെ അവസ്ഥയെന്ന് ഞാൻ കണ്ടറിയുകയായിരുന്നു. അവളാണ് ആ വീടിൻ്റെ അത്താണി. അവളുടെ ജീവിതമാർഗം നഷ്ടപ്പെടുത്തിയതിൽ ആ നിമിഷം കുറ്റബോധം തോന്നി. പരിചയമില്ലാത്തൊരാൾ റൂമിലേക്ക് കടന്നു വരുന്നത് കണ്ടിട്ടാവാം അമ്പരപ്പോടെ നോക്കുന്നുണ്ട്. ഷംന ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തി അവിടെ അവസാനിപ്പിച്ചു. സുഖാണോ റിയാസിക്ക? എങ്ങനെയുണ്ട് ഇപ്പോൾ? ആ സുഖാണ് അൽഹംദുലില്ലാ. ആശ്ചര്യം മറച്ചു വെക്കാതെ തന്നെ ഉത്തരം പറയുകയും അവിടെ ഇരിക്കുവാനായി അരികിലുള്ള കസേരയിലേക്ക് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഉമ്മയും ഷംനയും റിയാസിക്കയും തൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. അവളുടെ ഉള്ളറിഞ്ഞതുപോലെ ഞാൻ പറഞ്ഞു തുടങ്ങി. ഞാൻ ആരാണെന്നും നൂറയെ എങ്ങനെ പരിചിതമായതെന്നും അവൾ ഇന്നലെ എങ്ങനെയാണ് വന്നതെന്നും. അവരിൽ നിന്നൊരു നിശ്വാസം ഉയർന്നു വന്നു. പോണില്ല? ഹോ, ആണുങ്ങളെ മയക്കാനല്ലെങ്കിലും അവൾ മിടുക്കിയ. ഷംന പരിഹാസത്തോടെ പറഞ്ഞപ്പോൾ ശരിക്കും ദേഷ്യമാണ് തോന്നിയത്. ഷംന, നീ മിണ്ടാതിരിക്കോ? എനിക്ക് കഞ്ഞി മതി, നീ വെളിയിൽ പോ. ഓ, എൻ്റെ ഇക്കാക്കാക്കും ഞാൻ ആയിരുന്നല്ലോ ശല്യം. ഞാൻ പോകാം. പാത്രം സ്പൂണും എടുത്തുകൊണ്ട് എന്നെ ദേഷ്യത്തോടെ നോക്കി അവർ റൂമിന് വെളിയിലേക്ക് നടന്നു. ഇക്ക, ഉമ്മ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരിക്കലും തെറ്റായ തീരുമാനമല്ല, പക്വതയില്ലാത്ത കാര്യമല്ല ഞാൻ പറയാൻ പോകുന്നത്. ആത്മാർത്ഥമായിട്ട് തന്നെയാണ്. എനിക്ക് നിങ്ങളെ നൂറയെ ഒരുപാട് ഇഷ്ടമാണ്. കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട്. ഒരിക്കലും ഒരു മുതലെടുപ്പിനോ അല്ലെങ്കിൽ ഒരു സമയം പോക്കിനോ അല്ല ഞാൻ നൂറയെ സ്നേഹിക്കുന്നത്. എനിക്ക് നിങ്ങളെ നൂറയെ കെട്ടിച്ചു തരുമോ? ഇക്കയും ഉമ്മയും പരസ്പരം നോക്കിയിരുന്നു. എന്താണ് പറയുന്നത്, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നോ അറിയില്ലായിരുന്നു എനിക്കും. പക്ഷേ ആദ്യം അത് എതിർത്തെങ്കിലും എന്നിലുള്ള വിശ്വാസം കണ്ടിട്ടാവണം നൂറയെ വിളിച്ച് ചോദിക്കാൻ ഇക്ക മുതിർന്നു. അപ്പോഴാണ് വാതിലിനപ്പുറം ഒരു നീലനക്കം ഞാൻ ശ്രദ്ധിക്കുന്നത്. ഞാൻ പറയുന്നതെല്ലാം കേട്ട് നിൽക്കുകയായിരുന്നു എന്നത് ഉറപ്പാണ്. ഞാൻ എണീറ്റ് അവൾക്കരികിലേക്ക് നടന്നു. എന്നെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് തീരുമാനിച്ചതാണോ? എടുത്തടിച്ചുകൊണ്ട് ചോദിക്കുമ്പോഴും ഞാൻ ചിരിക്കുകയായിരുന്നു. ഒടുവിൽ എൻ്റെ തീരുമാനം അവളെ കൂടി അറിയിക്കുമ്പോൾ ആ മുഖത്ത് വലിയ ഭാവവ്യത്യാസങ്ങളൊന്നുമില്ലായിരുന്നു. എനിക്ക് സമ്മതമല്ല എന്നൊരു മറുപടിയിൽ അവൾ ഒതുക്കിയിരുന്നു. നൂറ, നിൻ്റെ മനസ്സിൽ എന്നോട് ദേഷ്യമായിരിക്കാം, പക്ഷെ ഒരിക്കലും നിന്നെ വേദനിപ്പിക്കാനോ അല്ലെങ്കിൽ അപമാനിക്കാനോ വേണ്ടിയല്ല ഒന്നും. എനിക്ക് നിന്നെ അത്ര ഇഷ്ടമാണ് നൂറ. ഈ ആയുസ്സിൽ നിന്നെയല്ലാതെ ഞാൻ മറ്റൊരാളെ കല്യാണം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. എത്ര വേണമെങ്കിലും കാത്തിരിക്കാനും ഞാൻ തയ്യാറാ. ഇക്ക, ഉമ്മ, നിങ്ങളൊന്ന് ഇവളോട് പറയൂ എന്നെയൊന്ന് മനസ്സിലാക്കാൻ. പണക്കാരനാണെന്നുള്ള ധാരണ വെക്കണ്ട. അതൊന്നും എൻ്റെ സ്വത്തുക്കളല്ല, എൻ്റെ ഉപ്പാൻ്റെയാണ്. ഒരു സാധാരണ മനുഷ്യനായി കാണാൻ പറയൂ. നിങ്ങളും എന്നെ അതുപോലെ കാണൂ. എന്തൊക്കെ ഉണ്ടായാലും നൂറെ ഞാൻ ഇട്ടെറിഞ്ഞു പോലെ ഉറപ്പ്. എനിക്ക് തന്നൂടെ അവളെ? ഞാൻ എൻ്റെ കൂടെ കൂട്ടിക്കോട്ടെ അവളെ. അന്ന് ആ നിമിഷം നൂറയുടെ തീരുമാനം അവർ കേട്ടതേയുള്ളൂ. പക്ഷേ നൂറയുടെ കണ്ണുകൾ എന്തോ മറയ്ക്കുന്നുണ്ട് എന്ന് ഇക്കാക്ക് തോന്നിയിട്ടാവണം അറിയിക്കാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഞാൻ നൂറയെ നോക്കിയിരുന്നു. എന്നെ തന്നെ നോക്കി നിൽക്കുന്നവളെ കണ്ടപ്പോൾ അവിടത്തേക്ക് ഓടിച്ചെന്ന് വാരിപ്പുണരാനും ചുംബനങ്ങൾ കൊണ്ടവളെ മൂടി ആ കൈകോർത്ത് നടക്കാനും കൊതിയേറുന്നു. ഞാൻ പോകും വരെ നൂറ ഒന്നും മിണ്ടാതെ എന്നെ നോക്കി നിന്നു. എവിടെയോ ഒരു ഇഷ്ടം എന്നോടുണ്ടെന്ന് തോന്നി തുടങ്ങിയിരുന്നു. അന്ന് ഞാൻ പോയ ഉടനെ റിയാസിക്ക നൂറയെ അടുത്തേക്ക് വിളിച്ച് കാര്യങ്ങൾ വിശദമായി ചോദിച്ചു. ഉള്ളിൽ ഇഷ്ടമുണ്ടെങ്കിലും പ്രായം, പണം, അതുപോലെ തൊലി നിറം എന്നുള്ള കാര്യങ്ങൾ കൊണ്ട് അവൾ തൻ്റെ ഇഷ്ടം മൂടി വെക്കുന്നതായി ഇക്കാക്ക് തോന്നിയിരുന്നു. പക്ഷേ എതിർത്ത് നിന്നത് ഷംന അവർ ആയിരുന്നു. ഇക്കയും ഉമ്മയും കൂടി അവളോട് ഒന്നുകൂടെ ആലോചിച്ച് നോക്കാൻ പറഞ്ഞു വിട്ടു. എൻ്റെ സ്നേഹം സത്യസന്ധതയുള്ളതും ആത്മാർത്ഥതയുള്ളതും കൊണ്ടാവണം ഇക്ക അന്ന് അങ്ങനെ പറഞ്ഞത്. ഞാൻ വീട്ടിലേക്ക് എത്തുമ്പോഴായിരുന്നു ആ ഫോൺ കോൾ എന്നെ തേടി വന്നത്. എടോ, നൂറയ്ക്ക് തന്നോട് ഇഷ്ടക്കുറവൊന്നുമില്ല. ഞങ്ങൾ അവളോട് സംസാരിച്ചു. അർഹതയില്ലാത്തതാണെന്ന് അവൾ പറഞ്ഞു വെക്കുമ്പോൾ ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഞാൻ അവളോട് ഒന്നേ പറഞ്ഞുള്ളൂ, നീ തേടി പോയതില്ലല്ലോ, നിന്നെ തേടി വന്നതാണെന്ന്. റാസി, നൂറയ്ക്ക് എന്തോ എതിർപ്പുള്ളതായി തോന്നുന്നില്ല ഇപ്പോൾ. പക്ഷേ അവൾക്കുണ്ടായിരുന്ന ചില തോന്നലുകൾക്ക് യാതൊരു അടിസ്ഥാനമില്ലെന്ന് ഞാൻ പറഞ്ഞു. എനിക്കൊന്നേ പറയാനുള്ളൂ, അവളെ വേദനിപ്പിക്കരുത്. ജീവിതത്തിൽ ഇനി നീറി ഒടുങ്ങാനുള്ള ഒന്നും തന്നെ അവൾക്കില്ല. ഒരു കുടുംബമായി ജീവിക്കുന്നത് കാണാൻ ഈ എനിക്കും ഉമ്മക്കും നാദിറക്കും ആഗ്രഹമുണ്ട്. തൊലി നിറത്തിൻ്റെ പേരിൽ പോലും ഒരു പെണ്ണ് അപമാനിക്കപ്പെടുമ്പോൾ ചേർന്ന് നിൽക്കുന്ന ഒരാൾ ഞാനല്ല. എൻ്റെ നൂറയെ നിനക്ക് തരാം റാസി. പക്ഷേ നീ എനിക്കൊരു വാക്ക് തരണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചാലും
അവളെ ഇട്ടെറിഞ്ഞു പോകില്ല എന്ന് എനിക്ക് വാക്ക് തരണം. വിവാഹം കഴിച്ച് സന്തോഷമായിട്ട് ജീവിച്ചോളാം എന്ന് നിൻ്റെ വീട്ടിലെ സമ്മതം തേടി നോക്ക്. അതിന് ഉത്തരം നെഗറ്റീവാണെങ്കിൽ ആഗ്രഹം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിച്ച് പോരുത്. അവൾക്ക് വില ഇടരുത്. എനിക്ക് സന്തോഷം കൊണ്ട് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. ഹൃദയം നിറയെ നൂറയോടുള്ള സ്നേഹം അണപ്പൊട്ടി ഒഴുകിക്കൊണ്ടിരുന്നു. അവസാനം എൻ്റെ നൂറ എനിക്ക് സ്വന്തമാകുന്നു. ഇക്കയ്ക്ക് വാക്ക് കൊടുക്കുമ്പോൾ എന്തൊക്കെയായാലും നൂറയെ ഞാൻ തനിച്ചാക്കില്ല എന്നും എങ്ങനെയെങ്കിലും വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിക്കണമെന്ന് കരുതിയാണ് ഈ കാര്യം അവതരിപ്പിക്കുന്നതിന് വേണ്ടി അഫ്സലിക്ക ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ ബന്ധത്തിന് താല്പര്യമില്ലാത്തതുപോലെയാണ് സംസാരിച്ചത്. വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ അവളെയാണ് നിനക്ക് വേണ്ടതെങ്കിലേ ഈ വീടിൻ്റെ പടിഞ്ഞ് ചവിട്ടണ്ട റാസി. എൻ്റെ ഔദാര്യത്തിൽ നേടിയെടുത്തെല്ലാം ഉപേക്ഷിച്ചിട്ട് ആണുങ്ങളെ പോലെ പണിയെടുത്ത് ജീവിക്കടോ. എൻ്റെ പണം കണ്ടിട്ട് ഈ നെഗളിക്കണ്ട. എല്ലാം ഇവിടെ വെച്ചിട്ട് ഇറങ്ങിക്കോ. ഈ ജീവിക്കുന്നത് എനിക്കൊന്ന് കാണണം. ഭീഷണിയായിരുന്നു ഉപ്പാൻ്റെ സ്വരം. ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന വെല്ലുവിളിയും. രാജ്യം നഷ്ടപ്പെട്ട രാജാവായി ഞാൻ എല്ലാം നഷ്ടപ്പെടുത്തി അവൾക്ക് വേണ്ടി മാത്രം. ഉപ്പാൻ്റെ വായിൽ നിന്നും എൻ്റെ നൂറയെക്കുറിച്ച് ഒരു മോശമായ വാചകം വന്നപ്പോൾ ഉടുത്ത തുണിയാലെ അവിടെ നിന്നും ഇറങ്ങിപ്പോരേണ്ടി വന്നു. ഒടുവിൽ ഒരുപാട് പ്രതിസന്ധികൾക്ക് ശേഷം യാതൊരു ആർഭാടങ്ങളുമില്ലാതെ റിയാസിക്ക എനിക്ക് നൂറയെ നിക്കാഹ് ചെയ്തു തന്നു. എൻ്റെ വീട്ടുകാർ ഇല്ലാത്ത സങ്കടം നൂറയുടെ മുഖത്തുണ്ടായിരുന്നു. എങ്കിലും അവളെ ഞാൻ ചേർത്ത് പിടിച്ചുകൊണ്ട് എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. പിറ്റേന്ന് അവളുടെ ഉമ്മയോടും കുടുംബത്തോടും യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ ഇനി എല്ലാം ഒന്നേ എന്ന് തുടങ്ങണമെന്നായി ചിന്ത. പക്ഷേ എൻ്റെ നൂറ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എല്ലാം നേടാൻ കഴിയുമെന്ന് വിശ്വസിച്ചിരുന്നു ഞാൻ. ബസ്സിൽ തിരിച്ച് എൻ്റെ നാട്ടിലേക്ക് പുറപ്പെടുമ്പോൾ അരവിന്ദിനോട് പറഞ്ഞു ഒരു വാടക വീട് റെഡിയാക്കാൻ. മണിമാളികയൊന്നും നൂറ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലെന്ന് എനിക്കറിയാമായിരുന്നു. എൻ്റെ ഏത് പ്രതിസന്ധിയിലും അവൾ ഉണ്ടാകുമെന്നും അന്നത്തെ രാത്രി എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ലായിരുന്നു. നൂറ, ഇനി മുതൽ ഇതാണ് നമ്മുടെ വീട്. ഇങ്ങനെ വിഷമിക്കാതെ പെണ്ണെ. ഞാനില്ലേ നിൻ്റെ കൂടെ. എൻ്റെ പ്രാണനല്ലേ നീ. ഒന്നും ഓർക്കേണ്ട. ഇങ്ങ് വാ, എൻ്റെ നെഞ്ചിലേക്ക് വാ. ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ എൻ്റെ നെഞ്ചിൽ ചേർന്നിരുന്നവൾ ആദ്യമായിട്ട് ആ പേര് വിളിച്ചു. കെട്ടിയനോ എന്ന്. നിങ്ങളോടൊരാൾ ആത്മാർത്ഥതയും സത്യസന്ധതയും വിശ്വാസവും സ്നേഹത്തിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ഏതൊരു പ്രതിസന്ധികളും ചേർത്ത് പിടിക്കാൻ അവർക്ക് കഴിയും. നൂറയെ ആ തണുപ്പിൽ വാരി പുണർന്നുകൊണ്ട് ദേഹം നിറയെ ചുംബനങ്ങൾ നിറക്കുമ്പോൾ പരസ്പരം ആത്മാവിൻ്റെ ചൂട് ഞങ്ങളിൽ പുതുവസന്തങ്ങൾ എഴുതി തീർക്കുകയായിരുന്നു. മൂക്കിന് തുമ്പിൽ ചേർത്ത് മുഖം ഒരസുമ്പോൾ ചെറിയ നുള്ളുകൾ അവളെ വീണ്ടും മുന്നിലേക്ക് ചേർത്ത് വെക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ എന്നെന്നും ഓർത്തു വയ്ക്കുന്ന മുഹൂർത്തമായി അത് മാറിയിരുന്നു. കണ്ണുകൾ ഉറക്കത്തെ മാടി വിളിക്കുമ്പോഴും എന്നെ മുറുകെ കെട്ടിപ്പിടിച്ച് കിടക്കുമ്പോഴാണ് ഞങ്ങളെ തേടി ആ ഫോൺ കോൾ എത്തിയത്. അമൃതയുടെ. ആഷിഖിൻ്റെ കൊടിയ പീഡനങ്ങളിൽ മനം നൊന്ത് മുന്നോട്ട് ജീവിക്കാൻ വഴി ഇല്ലാതെ നീതിക്ക് വേണ്ടി പോരാടുന്നവളെ. ഭയപ്പെട്ടു നിന്ന നൂറയ്ക്ക് ധൈര്യം നൽകി അമൃതയ്ക്ക് വേണ്ടി നൂറയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷം ഒഴിവാക്കാൻ വേണ്ടി അവളുടെ കൂടെ നിന്നു. എൻ്റെ നൂറ കരയാൻ കാരണക്കാരനായവനെ ജയിലിലാക്കി അമൃതയ്ക്ക് നീതി മേടിച്ചു കൊടുത്തു. എൻ്റെ നൂറക്കും. തുടക്കത്തിൽ അവളുടെ ഉള്ളിലെ പ്രണയം മുഴുവനായും തുറന്നുവിടാതെ ഒതുക്കി പിടിച്ചവൾ പിന്നീട് എന്നിൽ ഓരോ നിമിഷവും പ്രണയമഴയായി പെയ്ത് തീരുകയായിരുന്നു. ഒരു ഉമ്മയായി, ഭാര്യയായി, കൂട്ടുകാരിയായി, കാമുകയായി, ഇടയ്ക്കിടെ എൻ്റെ കുഞ്ഞായി അവൾ നിറഞ്ഞാടുകയായിരുന്നു ഓരോ നിമിഷവും. റാസി ആ സ്വപ്നത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഐസിയുവിൻ്റെ ഉള്ളിലും ഒരുവൾ ആ സ്വപ്നം കണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അവളുടെ സ്വന്തം റാസിയുടെ അരികിലേക്ക്. നൂറ, എനിക്കെന്ത് ഇഷ്ടമാണെന്നോ. എന്തൊരു അഴകാണ് പെണ്ണെ. എന്നെ കൊല്ലാതെ കൊല്ലുന്നു. അവളുടെ ചെറുനിശ്വാസം അവനിൽ പുതിയ ഭാവങ്ങൾ ഉയർത്തി. അവളുടെ വികാരങ്ങൾ അഭിമുഖീകരിക്കാൻ ശക്തിയില്ലാത്ത പോലെ അവനിൽ നിന്നും വീണ്ടും അവളുടെ പേര് ഉയർന്നു കേട്ടു. അത്രമേൽ പ്രണയത്തോടെ നൂറ, നൂറ. കണ്ണുകൾ വലിച്ച് തുറന്നവൾ ഉറക്കി വിളിച്ചു. ദീർഘമായൊരു സ്വപ്നത്തിൽ നിന്നവൾ ഉണർന്നു. റാസി, റാസി. ഒരു മഴവില്ല് പോലെ അവൻ അവൾക്ക് മുന്നിൽ തെളിഞ്ഞു വന്നു. നൂറയുടെ സ്വന്തം റാസി. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ.